ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗൈസ്, നമ്മൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഫ്രീ ഫയറിൽ കയറിയൊക്കെയാണ് ഗൈസ്. അങ്ങനെ 9th ആനിവേഴ്സറിയുടെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ തൊട്ടാന്നുകൊണ്ട് കയറുന്നത് ഗൈസ്. ഫസ്റ്റ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടുണ്ടായി, ലോങ് ലൂഫ് തന്നെയാണ് കളിക്കാനാണ്. പിന്നെ നമ്മൾ കയറിയിട്ടുണ്ടായില്ലേ ഗൈസ്, പിന്നെ അതേ ഇപ്പോഴാണ് കയറുന്നത്. അങ്ങനെ നമ്മൾ നേരെ ലോങ് ലൂഫ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുള്ളൂ ഗൈസ്, നിങ്ങൾ കളി കണ്ടാൽ മതി, പിന്നെ ഇടയ്ക്ക് ഞാൻ അങ്ങനെ വർത്തമാനം പറയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് റൗണ്ടായി ഗൈസ്. അവൻ അപ്പുറത്ത് നല്ല പ്ലേ തോന്നുന്നു ഗൈസ്, കണ്ടിട്ട് ഫസ്റ്റ് ഡെസേർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഓ ഗൈസ്, ഡെസേർട്ട് എടുത്തിട്ടുണ്ട് അവൻ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം കളിക്കുന്ന കാരണം ടച്ചൊക്കെ പോയി ഗൈസ്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓ ഗൈസ്, ഫസ്റ്റ് ഷോട്ട് തന്നെ ഹെഡ് അടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ചെറുതായിട്ട് ഒരു ഗ്യാപ്പ് വന്ന പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ട് ഗൈസ്, അത്രേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ലാണ്ട് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സെക്കൻഡ് റൗണ്ട് എത്തി. ഓ ഗൈസ്, കണ്ട ഗൈസ്, ഇങ്ങനെ എന്താ പറയുക, സ്വിച്ചൊന്നും മര്യാദയ്ക്ക് വർക്കാവണില്ല കുറേ നാൾ കളിച്ചതിന് ശേഷം. നമസ്കാറിൻ്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അതിൻ്റെ അപ്പം ഇങ്ങോട്ട് വന്ന് സാൻഡിന് ഗൈസ് നമുക്ക് ചിപ്പില്ല, കുറച്ച് ലോ ഗൈസ്. അങ്ങനെ രണ്ടാമത്തെ ഹെഡ് ഷൂട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ 2-0 സ്കോർ ഇപ്പോൾ നിൽക്കുന്നത് ഗൈസ്. അങ്ങനെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മോട്ടിവേഷൻ. അങ്ങനെ അടുത്ത് നമ്മൾ MI2B എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇത് പവറിൽ MI2B ആണെന്നുണ്ട് ഇത് എഴുതി കാണിക്കുന്നുണ്ട്. MI2B സ്നൈപ്പറൊക്കെ വെച്ചിട്ട് കുറേ നാളായി ഗൈസ്, സ്നൈപ്പറൊക്കെ വെച്ചിട്ട് വിളിച്ചിട്ട്. ഫസ്റ്റ് ഓ ഗൈസ്, നമുക്കൊരു അടി വന്ന്. അവൻ സ്നൈപ്പർ പ്ലെയർ ആണെന്ന് തോന്നുന്നു. വടി കൊള്ളുന്നില്ല ഗൈസ്, ട്രെയിലോട് കുറേ ടച്ചൊക്കെ പോയി. ഞാൻ പറഞ്ഞില്ല ഗൈസ്, അടിക്കാനൊന്നും പറ്റുന്നില്ല. ഒരടി 131 കൊടുത്തിട്ടുണ്ട് ഗൈസ്. കടി കുറച്ചില്ല, എന്താ അടിക്കുന്നുണ്ട്. ഓ, അടിക്കാൻ പറ്റണില്ല ഗൈസ്. ഞാൻ മോസ്കാർ വീണ്ടും ഇട്ടിട്ടുണ്ട്. 25 ഡാമേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പകുതി എന്തായാലും പോയിട്ടുണ്ട്. ഓ, കൊണ്ടില്ല. സെക്കൻഡ് കൊണ്ടു, ഒരെണ്ണം കൊണ്ടു ഗൈസ്. അപ്പോൾ അവൻ്റെ പകുതി മുക്കാൽ ചിപ്പിയും പോയിണ്ടാവും. കയറി ചെന്ന് അടിക്കാൻ പോവാണ്. ഉൾവാള് കുട്ടി. ഓ ഗൈസ്, അവൻ അവിടെ ഉണ്ട്. ഓ, കുഴപ്പമില്ല ഗൈസ്, സ്നൈപ്പർ വെച്ചിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. നാലാമത്തെ റൗണ്ടായി ഗൈസ്. എത്ര വട്ടം 4ആയോ? ഓ ഗൈസ്, ഓ ഗ്ലൂ വാളൊന്നും ശരിക്കും വർക്കായില്ല ഗൈസ്. എൻ്റെ കൈയൊന്നും പോയില്ല, ഒരടി കിട്ടി. ചത്തെന്ന് വിചാരിച്ചു ഗൈസ്. 128. ഓ ഗൈസ്, പോയി ഗൈസ്. സ്റ്റാൻഡിനോട്ടുണ്ട് ഗൈസ്. സ്വല്പം അങ്ങോട്ട് ഇല്ല ഗൈസ്, ഇവിടെ ഉണ്ട്. ഓ, സ്റ്റാൻഡിന് പോയി. ഓ ഗൈസ്, 151. ഓ, കയ്യിൽ നിന്ന് കണ്ണൊക്കെ പോണു ഗൈസ്. ഓസ്കാർ ഇട്ടുണ്ടാകുമ്പോൾ 25 ഡാമേജ് അങ്ങനെ പോയി. ഓ ഗൈസ്, അങ്ങനെ പറ്റണില്ല, കൈയൊന്നും വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ആയില്ല. അങ്ങനെ 5ാമത്തെ റൗണ്ടായി ഗൈസ്. 3-1 സ്കോർ. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലൊക്കെ ഇങ്ങനെ കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഇട്ടാൽ മതി നിങ്ങളുടെ ID. ഞാൻ യൂട്യൂബിലൊക്കെ ഇടുന്നതായിരിക്കും ഗൈസ്. തോറ്റാലും ജയിച്ചാലൊക്കെ ഇടുന്നതായിരിക്കും. അതേ വുഡ് പെക്കറും പിന്നെന്താ നൈഫാണെന്നുണ്ട് ഗൈസ്. ഇതൊക്കെ ഉണ്ട്. അത് ഗൈസ്, വുഡ് പെക്കർ കൊണ്ട് നമ്മൊരു ഹെഡ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. 4-1 സ്കോർ. എനിക്ക് കത്തി ഒട്ടും ഇഷ്ടമില്ല ഗൈസ്. കത്തി വെച്ചിട്ട് ഞാൻ അങ്ങനെ കളിക്കാറില്ല. പക്ഷേ ആ കത്തി നല്ലതാണ് കേട്ടോ, ഒരു ഏറിൽ തന്നെ ചാവും. ഓ ഗൈസ്, അങ്ങനെ തന്നെ സംഭവിച്ചത് ഗൈസ്. കത്തി വെച്ചറിഞ്ഞ് ഞാൻ ഓടിച്ചെന്നാണ് പ്രശ്നമായത്. ഗൈസ്, ഞാൻ
വേമ്പെടുത്തുണ്ട് ഗൈസ്. അങ്ങനെ UMP അന്ന് ഇന്നും സീനാണ് ഗൈസ്. അതാണ് ഞാൻ UMP എടുത്തത്. ഇതിന് കിട്ടുമോ നോക്കാം ഗൈസ്. അവനവിടെ ഉണ്ട്. തല ജസ്റ്റ് ഒന്ന് പൊളിഞ്ഞ് 72 52 പകുതി പോയിട്ടുണ്ട് ഗൈസ്. അമ്മ ഫ്ലാഷ് എടുത്തിരുന്നുണ്ട് ഗൈസ്. സാർ അപ്പോൾ ഗൈസ് കളിയെടുത്ത് ഗൈസ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും ബുയ്യടിച്ചിരിക്കുകയാണ് ഗൈസ്. സൗണ്ടൊക്കെ കേട്ടിട്ട് ഇതൊക്കെ കേട്ടിട്ട് കുറേ നാളായി ഗൈസ്. അങ്ങനെ എന്താ പറയുക, ജയിച്ച് നമ്മൾ കുറേ നാൾക്ക് ശേഷം. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ കളിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.